തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മേൽക്കൈ വൻ ശക്തി പ്രകടനമായി മാറുകയായിരുന്നോ ഈ തെരഞ്ഞെടുപ്പ്? ആ രീതിയിൽ നമ്മുടെ കമന്റ് ബോക്സിലും കുറെ പ്രതികരണങ്ങൾ കണ്ടിരുന്നു. 15 LDFനും 12 UDFനും ജയം. തിരുവനന്തപുരം പാങ്ങോട് UDFന്റെ സിറ്റിംഗ് സീറ്റിൽ SDPI അട്ടിമറി ജയം സ്വന്തമാക്കി. BJPക്ക് ഒരിടത്തും ജയിക്കാനായില്ല. LDFന് കൃത്യമായ മുൻതൂക്കം നൽകുന്നതാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. എതിരില്ലാതെ ജയിച്ച 2 വാർഡുകൾ ഉൾപ്പെടെ 17 സീറ്റുകളാണ് LDF സ്വന്തമാക്കിയത്. തിരുവനന്തപുരം പാങ്ങോട് കോൺഗ്രസ് സീറ്റിൽ SDPI അട്ടിമറി ജയം നേടി. SDPI സ്ഥാനാർത്ഥി മുജീബ് പുലിപ്പാറ 226 വോട്ടിനാണ് ജയിച്ചത്. മലപ്പുറം തിരുനാവായ എടക്കുളം ഈസ്റ്റ് വാർഡ് UDF പിടിച്ചെടുത്തു. SDPI രണ്ടാമതെത്തിയപ്പോൾ സിറ്റിംഗ് സീറ്റിൽ LDF മൂന്നാമതായി. പെരുമ്പാവൂർ അശമന്നൂർ 10ാം വാർഡും പായിപ്ര പഞ്ചായത്ത് 10ാം വാർഡും കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കുഞ്ഞല്ലൂർ വാർഡും UDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം പൂവച്ചൽ പുളിങ്കോട് UDF സീറ്റിൽ LDF അട്ടിമറി വിജയം നേടി. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് ദൈവമേട് വാർഡ് LDF പിടിച്ചെടുത്തു. LDFിലെ ബീന ബിജു 7 വോട്ടുകൾക്ക് ജയിച്ചു. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇതോടെ ഇരു മുന്നണികൾക്കും 9 സീറ്റ് വീതമായി. തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീവരാഹം ഡിവിഷനും പാലക്കാട് മുണ്ടൂർ പഞ്ചായത്തിലെ കീഴ്പ്പാടം വാർഡും LDF നിലനിർത്തി. കാസർഗോഡ് 3 LDF വിജയിച്ചു. മൂവാറ്റുപുഴയിൽ 2 UDFനാണ് ജയം. തിരുവനന്തപുരം കരിംകുളത്ത് UDF വിജയിച്ചു. തൃശൂർ ചൊവ്വന്നൂർ 11ാം വാർഡ് LDF നിലനിർത്തി. പത്തനംതിട്ട നഗരസഭ 15ാം വാർഡിൽ LDFും അയിരൂർ പഞ്ചായത്ത് തടിയൂർ വാർഡിൽ UDFും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമെന്നാണ് ഇരു മുന്നണികളുടെയും വിലയിരുത്തൽ. അതേസമയം ഒരു വാർഡ് പോലും പിടിക്കാനാവാത്തത് BJPക്ക് തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.